ഓം ശാന്തി. ബ്രഹ്മകുമാരീസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ദിശ ഫോർ യൂത്ത് എന്നുള്ള പ്രോഗ്രാം ജൂലൈ മാസത്തിലെ 5 days നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിലാണ് നിങ്ങൾ എല്ലാവരും പങ്കുചേർന്നിരിക്കുന്നത്. സോ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കമിങ് എവ്രി വൺ ടു ദിസ് പ്രോഗ്രാം. ഓം ശാന്തി. ആക്ച്വലി നമ്മളുടെ വിശ്വവിദ്യാലയത്തില് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീറ്റിംഗ്സ് ആണ് ഓം ശാന്തി. ഓം ശാന്തി മീൻസ് ഞാൻ ശാന്തസ്വരൂപമാണ്, ഐ ആം പീസ്ഫുൾ ആൻഡ് ഐ എം ഷെയറിംഗ് ദാറ്റ് പീസ് ടു എവ്രി വൺ. ആ ഒരു കൺസെപ്റ്റ് ആണ്. ഞാൻ ശാന്തമായി സർവർക്കും ശാന്തി വിതരണം ചെയ്യുന്ന എനർജിയാണ്. വിശേഷിച്ചും നമുക്കറിയാം, ലോകത്തിന്റെ കണക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുവശക്തികൾ ഉള്ളത് ഭാരതത്തിലാണ്. സ്വാമി വിവേകാനന്ദനെ പോലുള്ള അത്രയും വലിയ ശ്രേഷ്ഠാത്മാക്കളും മഹാത്മാക്കളും ജീവിച്ച അത്രയും ശ്രേഷ്ഠമായ ഭൂമിയാണ് നമ്മുടെ ഭാരതം. അപ്പൊ അതേ ഭാരതം ലോകത്തിന്റെ മുന്നില് തല ഉയർത്തി പിടിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് അബൌട്ട് ദി നമ്പർ ഓഫ് യങ് പീപ്പിൾ ഇൻ ഭാരത്. ലോകത്തിന്റെ മുഴുവൻ കണക്ക് നോക്കുമ്പോൾ അവർ പോപ്പുലേഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോ അതിന്റെ എല്ലാവർക്കും ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. കാരണം ഏറ്റവും കൂടുതൽ യുവശക്തികളിൽ ഐ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഭാരത്. അപ്പോ ഇന്ന് മുതൽ വരുന്ന 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദിശ ഫോർ യൂത്ത് പ്രോഗ്രാം പേര് പോലെ തന്നെ ഇറ്റ് വിൽ ഷോ അസ് എ ഡയറക്ഷൻ. നമ്മൾ എപ്പോഴും പറയില്ല, ഒരു കപ്പലില് കോമ്പസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ലൈഫിന് ഒരു സ്പിരിച്വൽ നോളേജിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കോളേജിലും സ്കൂളിലും അതിലെല്ലാം എഡ്യൂക്കേഷൻ ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ടീച്ചേഴ്സും പലരും നമുക്ക് കോമ്പസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ വി നീഡ് സം അതർ കോമ്പസ്. മനുഷ്യരാകുന്ന കോമ്പസിനേക്കാളും വ്യത്യസ്തമായ കോമ്പസും കൂടി നമുക്ക് വേണം. അപ്പോ ലൈഫിലെ ക്രിട്ടിക്കലായ സിറ്റുവേഷൻസില് ഇപ്പൊ നോക്കൂ, കോവിഡ് മാത്രമല്ല, ഒരു ജസ്റ്റ് ഒരു റീസൺ മാത്രമാണ് കോവിഡ്. പക്ഷെ പല
എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷൻസിലൂടെ, അത് ജോലിയുടെ പേരിലാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്സ് ആണെങ്കിലും ഫ്രണ്ട്സിന്റെ സർക്കിൾ ആണെങ്കിലും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ വി ആർ ഫേസിങ് മെനി ഗ്യാപ്പ്. നമ്മൾ പറയില്ലേ വി ആർ സോഷ്യൽ ബീയിങ്സ്. പക്ഷെ ആ സൊസൈറ്റിയുമായിട്ട് ഒരു ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ കഴിയാതെ വി ആർ ഫീലിംഗ് ലോൺലി. പലപ്പോഴും ഒറ്റപ്പെട്ട ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ശരിക്കും നല്ലൊരു യുവാശക്തിയുടെ ഗ്രൂപ്പാണ് നമ്മുടെ ബ്രഹ്മകുമാരീസിന്റെ യൂത്ത് വിങ്. നിങ്ങള് ആർക്കെങ്കിലും അങ്ങനെ കൊറോണയുടെ ബേസിൽ ലൈഫിൽ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ബ്രഹ്മകുമാരീസിന്റെ യൂത്ത് വിങ് ഞങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ BK യൂത്ത് വിങ്ങില് നിങ്ങൾ എല്ലാവരും പങ്കുചേരുക. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല, വി ആർ വൺ. ഇന്ന് മുതൽ ഒരു പുതിയ യൂത്ത് ഫാമിലിയുടെ മെമ്പറായിട്ട് എല്ലാവരും മാറണം. ഇന്ന് വിശേഷിച്ച് നമ്മളുടെ പ്രോഗ്രാമില് നമ്മുടെ കൂടെ ജോയിൻ ആയിരിക്കുന്നത് 2 ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം, സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് നമ്മളെല്ലാവരുടെയും ഹൃദയത്തില് എന്താ പറയാ, അത്രയും നല്ല സ്ഥാനം നേടി തന്നെ പറയാം. രാജയോഗിനി ബ്രഹ്മകുമാരി മീന സിസ്റ്റർ ഉണ്ട്. രണ്ടാമത്തേത്, ഇന്നത്തെ പ്രോഗ്രാമില് ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മളെ കൂടെ ജോയിൻ ആയിരിക്കുന്നത് ബ്രഹ്മകുമാർ പ്രഭാത് ഭായിജിയാണ്. ആദ്യം തന്നെ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന എല്ലാ യുവ മനസ്സുകൾക്കും ബ്രഹ്മകുമാരീസ് പാലക്കാട്, മലപ്പുറം 2 ഡിസ്ട്രിക്റ്റിലെയും യൂത്ത് വിങ്ങിന്റെ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന്, എല്ലാ സിസ്റ്റേഴ്സിന്റെയും ബ്രദേഴ്സിന്റെയും ഭാഗത്തുനിന്ന്, സർവേശ്വരന്റെ ഭാഗത്തുനിന്ന് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. വെൽക്കമിങ് എവ്രി വൺ. രണ്ടാമത്തേത് നമ്മുടെ മീന സിസ്റ്റർ, പ്രഭാത് ഭായ്. ഈ വിശിഷ്ട വ്യക്തികളെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാമിന് ഗുഡ് വിഷസ് നൽകാൻ ആശംസകളും ഹൃദയത്തിൽ നിന്നുള്ള നമ്മളെ പ്രതിയുള്ള ശുഭഭാവന സമർപ്പിക്കാനാണ് സിസ്റ്റർ എത്തിയിരിക്കുന്നത്. വെൽക്കമിങ് സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. കേൾക്കുന്നുണ്ടോ റോണിസ്റ്റ്? റോണിസ്റ്റ് കേൾക്കുന്നുണ്ടോ സിസ്റ്റർ പറയുന്നത്? ഓഡിബിൾ ആണ്, കേൾക്കുന്നുണ്ട്. ഓം ശാന്തി. ഇന്നത്തെ യൂത്ത് പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആത്മീയ സഹോദരങ്ങൾക്കും സുസ്വാഗതം. നമുക്ക് സർവശക്തിവാൻ പരമാത്മാവിൽ നിന്ന് ഒരു ഗോൾഡൻ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് എന്ന് വിചാരിക്കാൻ. ഒരു ഗോഡ്ലി ഗിഫ്റ്റ് ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജൂലൈ 1 മുതൽ ഈ പ്രോഗ്രാം കിട്ടിയിരിക്കുന്നത്. പൊതുവെ പറയാറുണ്ട്, ഇനി ഉള്ള നാളുകള് പുരുഷോത്തമ മാസമാണ്. ഒരു ആത്മീയമായ ഉന്നതിക്ക് എല്ലാവരും അവരവരുടേതായ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ യാത്ര ചെയ്യുന്ന മാസമാണ് ഇനി മുന്നോട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും ഇന്നു മുതൽ കിട്ടിയിരിക്കുന്ന ഈ 5 ദിവസത്തെ ദിശ ഫോർ യൂത്ത്, ആ പ്രോഗ്രാമിന്റെ പേരിൽ തന്നെ ഉണ്ട് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം, ദിശ കാണിച്ചു തരാം. നമ്മളെല്ലാവരും യാത്രയിലാണ്. പക്ഷേ നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, എവിടേക്കാണ് എത്തിച്ചേരേണ്ടത്? പക്ഷേ ചിലപ്പോൾ ലക്ഷ്യവും അറിയുന്നുണ്ടാകും എവിടേക്കാണ് എത്തേണ്ടത്. പക്ഷെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള വഴികള്, പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന പറയും. പക്ഷെ ഒരു പ്രോപ്പർ വേ ഉണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ. അതുകൊണ്ട് ലക്ഷ്യം എത്ര ഉയർന്നതാണോ അതേപോലെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ്, മാർഗം, അതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം. ഈ യങ് ഏജ് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ടൈമാണ്. പൊതുവെ നമുക്കറിയാം 18 വയസ്സിന് മുമ്പ് വരെ ടെൻഡർ ഏജ് ആകുമ്പോൾ പല ചപലതകളുടെ ടൈമാണ്. ഇനി ആഫ്റ്റർ 40 നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ ഫിസിക്കൽ പവറും മെന്റൽ പവറും എല്ലാ തരത്തിലും കുറച്ച് പതുക്കെ പതുക്കെ ഒരു ഡിഗ്രഡേഷന്റെ ടൈമാണ്. അപ്പോൾ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ടൈം എന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും നല്ല, എന്താ പറയാ, ഗോൾഡൻ ആയിട്ടുള്ള ഗോൾഡ് പോലെയുള്ള സമയമാണ്. നമ്മൾ ലൈഫിൽ കുറച്ച് മെച്യൂർഡ് ആയിട്ടുണ്ട്. ജീവിതത്തിലെ പല അനുഭവങ്ങളും നമുക്ക് ജീവിതത്തെ മെച്യൂരിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഫിസിക്കലി, മെന്റലി, ഇന്റലക്ച്വലി, ഇമോഷണലി ഒരു മെച്യൂരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും നമുക്കും നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയും ടോട്ടൽ വേൾഡിന് വേണ്ടിയും ഏറ്റവും സദുപയോഗം ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ലക്ഷ്യവും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള നമ്മുടെ മാർഗവും പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഈ ജീവിതം വളരെ ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാനായിട്ട് കഴിയും. ദിശ എന്നുള്ള നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള എനർജിയെ എങ്ങനെ പോസിറ്റീവ് ചാനലൈസ് ചെയ്യാം, ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കാം, അത് പോസിറ്റീവ് വേയിൽ തന്നെ സഞ്ചരിച്ച് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം. എന്തുകൊണ്ടെന്നാൽ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ ഓർമ്മ വെച്ച നാള് മുതൽ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഏത് പ്രായത്തിലാണോ എത്തി നിൽക്കണേ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് സ്വയം വിലയിരുത്തി നോക്കൂ. എല്ലാവരും ഓൺ ദ ജേർണി, നമ്മളെല്ലാവരും ജീവിതയാത്രയിലാണ്. പക്ഷെ ഈ ജീവിതയാത്ര നമ്മുടെ എത്രത്തോളം പീസ്ഫുൾ ആണ്, എത്രത്തോളം ഹാപ്പിയാണ്, എത്രത്തോളം പവർഫുൾ ആണ്, എത്രത്തോളം ഹെൽത്തിയാണ്, എത്രത്തോളം വെൽത്തിയാണ്, ഹാപ്പിയാണ് ഞാൻ. ഇതാണല്ലോ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യം: ഹെൽത്തി, വെൽത്തി, ഹാപ്പി. ഈ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും യാത്ര. ദിശ ഫോർ യൂത്ത് എന്ന പ്രോഗ്രാമില് മെയിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഗൈഡൻസ് അതായിരിക്കും. എങ്ങനെ പീസ്ഫുൾ ആയിട്ട്, പവർഫുൾ ആയിട്ട്, ഹെൽത്തി, വെൽത്തി, ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ എന്ത് വിതയ്ക്കുന്നു അതാണ് നമ്മൾ കൊയ്തെടുക്കുക. ആസ് യു സോ സോ യു റീപ്പ് എന്ന് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. ഈ 5 ദിവസത്തെ പ്രോഗ്രാം നിങ്ങളെ നയിക്കുന്നത് ഏറ്റവും നല്ല വിത്തിടാനും ഏറ്റവും നല്ല ഫലം കൊയ്യാനുമാണ്. കാരണം ലൈഫിൽ എപ്പോഴും പീസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ വെൽത്ത്, ഹെൽത്ത്, ഇതെല്ലാം തന്നെ വിതയുടെ ഫലമാണ്. അപ്പൊ എന്താ വിതയ്ക്കുന്നു അതല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ നല്ലത് വിതച്ച് മാങ്ങയുടെ വിത്ത് കൊണ്ടിട്ടിട്ട് ചക്ക വേണമെന്ന് വിചാരിച്ച കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ 5 ദിവസത്തെ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും ഒരു കണ്ണാടി പോലെ, ഒരു ദർപ്പണം പോലെ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ ആ ദർപ്പണത്തിൽ സ്വയത്തെ നോക്കാനും, നമുക്ക് നമ്മൾ എന്ത് മിനുക്ക് പണിയാണോ ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം കണ്ണാടിയിലല്ലേ പോയി നോക്കുക, ഞാൻ എങ്ങനെയുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്തേക്ക് പോവാണെങ്കിൽ പോലും ഒന്ന് മുഖം കഴുകി വൃത്തിയാക്കിയും വീണ്ടും കണ്ണാടിയുടെ അടുത്ത് വന്ന് മിനുക്കിയിട്ടേ പോകാറല്ലോ. ഒരു ദിശ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് നമ്മുടെ ടോട്ടൽ ലൈഫിനെ കാണിച്ചു തരുന്ന ഒരു ദർപ്പണമായിരിക്കും. ഈ ദർപ്പണത്തിൽ നോക്കി നിങ്ങൾക്ക് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും സിസ്റ്റർക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും നല്ല വിത്തിട്ട് ഏറ്റവും നല്ല ഫലം കൊയ്തെടുക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കും പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാൻ അവശ്യം സർവശക്തിവാനായ പരമാത്മാ ഈശ്വരൻ തന്നെ തരുന്ന ഒരു ചാൻസ് ആണിത്. നിങ്ങൾ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ പ്രോഗ്രാമിൽ പൂർണ്ണ ലാഭം എടുക്കാൻ കഴിയട്ടെ. ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക, 5 ദിവസത്തെ പ്രോഗ്രാം പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പോഴാണ് ഏത് കാര്യത്തിലും നമ്മളത് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണ ലാഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 5 ദിവസവും അതിനുശേഷം മുന്നോട്ടുള്ള യാത്രയും നിർവിഘ്നമായിട്ട് ചെയ്യാൻ കഴിയട്ടെ, പൂർണ്ണ ലാഭം എടുക്കാൻ കഴിയട്ടെ. ഇതിലൂടെ തീർച്ചയായും ജീവിതത്തിൽ പ്രോപ്പർ ദിശയിലൂടെ സഞ്ചരിക്കാൻ എല്ലാവർക്കും കഴിയും. അതിനുവേണ്ടി നിങ്ങളെ ഗൈഡ് ചെയ്യാൻ
സർവശക്തിവാനായ പരമാത്മ വളരെ നല്ല നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ജീവിതത്തില് നല്ല ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരെ തന്നെയാണ് ക്ലാസ് എടുക്കാനും വന്നിരിക്കണേ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് പ്രഭാതിബായും വളരെ നല്ല രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ശുഭഭാവനകളും, എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള നന്മകളും ഉണ്ടാകട്ടെ. ഈ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ഈ വെല്ലുവിളിയുടെ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഒരവസരത്തിനുള്ള ചലഞ്ച്, ഒരു നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഓം ശാന്തി. ഓം ശാന്തി. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. നമ്മളുടെ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ നോക്കിയാൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആത്മാക്കൾക്ക്, അതായത് ലോകത്തിന്റെ ഫോണുകളിൽ എവിടെയൊക്കെ മലയാളി മനസ്സുകളുണ്ടോ എല്ലാവരുടെ അടുത്തേക്കും രാജയോഗ ധ്യാനം എന്ന് പറയുന്ന മൃതസഞ്ജീവനി എത്തിക്കാൻ വേണ്ടി അഹോരാത്രം സിസ്റ്റർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും സിസ്റ്റർക്ക് ഷൂട്ടിംഗ് ഉണ്ട്, എങ്കിലും നമ്മളുടെ അടുത്ത് ആശംസകൾ നേരാൻ വന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാ യുവ മനസ്സുകളുടെ ഭാഗത്തു നിന്നും സിസ്റ്റർക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. താങ്ക് യു സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. അടുത്തതായി നമ്മളോടൊപ്പം ജോയിൻ ആയിരിക്കുന്നത് ബ്രഹ്മകുമാർ പ്രഭാത് ഭായിജിയാണ്. നമ്മളെല്ലാവരും വളരെ ഭാഗ്യശാലികളാണ്. കാരണം നമ്മുടെ വിശ്വവിദ്യാലയത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ മൗണ്ട് ആബുലാണ്. അപ്പൊ നമ്മളുടെ പ്രഭാത് ഭായിജി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൽ ബ്രഹ്മകുമാരീസിന്റെ സ്റ്റുഡിയോ ഉണ്ട്, ഗോഡ്ലിവുഡ് സ്റ്റുഡിയോ. നമുക്കറിയായിരിക്കാം, നമ്മൾ ഈ ബോളിവുഡ് ഹോളിവുഡ് എന്നൊക്കെ കേൾക്കുന്നത് പോലെ ബ്രഹ്മകുമാരീസിന്റെ സ്റ്റുഡിയോന്റെ പേരാണ് ഗോഡ്ലിവുഡ്. ഈശ്വരീയമായ ശക്തി, ഈശ്വരീയമായ ജ്ഞാനത്തെ പകർന്നു കൊടുക്കാനുള്ള സ്റ്റുഡിയോ ആണ്. അപ്പൊ ആ സ്റ്റുഡിയോയിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ചിന്തിച്ചു നോക്കൂ, കേരളക്കരയിൽ നിന്ന് പോയിട്ട് വിശ്വം മുഴുവൻ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മളുടെ സേവനം നടക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് ആയിട്ടാണ് ബ്രദർ ഇപ്പൊ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 21 വർഷമായിട്ട് രാജയോഗ ധ്യാനം ബ്രദർ അഭ്യസിച്ചു വരുന്നു. ഇതുപോലെ ബ്രദർ വന്ന സമയം മുതൽ എന്തെല്ലാം യൂത്ത് പ്രോഗ്രാമുകൾ നമ്മളുടെ യജ്ഞത്തിൽ നടന്നിട്ടുണ്ടോ, ധാരാളം റാലീസ് നടക്കാറുണ്ട്. അത് നമ്മളുടെ സൈക്കിൾ റാലി യൂത്തിന്റെ നടന്നിരുന്നു. അതുപോലെ പദയാത്ര എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം നടന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി യൂത്ത് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ബ്രദറുടെ മറ്റൊരു വിശേഷത എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്, ടീച്ചേഴ്സിന്, അതുപോലെ കമ്പനീസ് എല്ലാവിടെയും പോയിട്ട് നമ്മളുടെ ഈ നോളേജിനെ ആ ഓരോരോ ഫേസിലുള്ളവർക്ക് അവരുടെ ലെവലിൽ ഈ നോളേജ് പകർന്നു കൊടുത്ത് എല്ലാവരുടെയും ഒരു പേഴ്സണൽ ചേഞ്ചിന് നല്ലൊരു ഇൻസ്പിറേഷണൽ ഐക്കണായിട്ട് ബ്രദർ മാറിയിട്ടുണ്ട്. വിശേഷിച്ചും ബ്രദർ പാലക്കാടുകാരനാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും സുപരിചിതനാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹോദരനാണ്. ബ്രദറുടെ ക്ലാസ്സുകൾ കേട്ട് വളർന്ന കുട്ടികളാണ് ഞങ്ങള്. അപ്പോ ഇന്ന് ഈ നിലയിൽ നിൽക്കുമ്പോൾ വി ആർ വെരി മച്ച് പ്രൗഡ്. കാരണം ബ്രദറുടെ ക്ലാസ്സുകൾ അത്രമാത്രം ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ചെറുതിലാണ്, അതുകൊണ്ട് അത്രയും അതിൽ നിന്ന് ഫുൾ ബെനിഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അന്നത്തെ യൂത്തിന് വേണ്ടി ബ്രദർ ചെയ്തിരുന്ന സേവനങ്ങളുടെ ചെറിയ ചെറിയ ഹെൽപ്പിന് വേണ്ടി കൂടെ നിൽക്കുമ്പോഴുള്ള അനുഭവം ഉണ്ട്. അപ്പോ അത്രയും നല്ലൊരു പേഴ്സണാലിറ്റിയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ 5 വർഷമായിട്ട് ഇംഗ്ലീഷിൽ ധാരാളം സോങ്സും TV ഷോസ് എല്ലാം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ബ്രദർ. ഇപ്പൊ പ്രസന്റ് ടൈമില് ലൈറ്റ് ഓഫ് നോളേജ് എന്ന് പറയുന്ന ഒരു ടോക്ക് ഷോ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആങ്കർ ആയിട്ട് ബ്രദർ സേവനം ചെയ്യാണ്. അപ്പൊ വിശേഷിച്ചും ബ്രഹ്മകുമാരീസ് 2021 യൂത്ത് ഗ്രൂപ്പ്, യൂത്ത് വിങ്ങിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രോജക്റ്റ് ആണ് യൂത്ത് ഫോർ ഗ്ലോബൽ പീസ്. വിശ്വത്തിന്റെ ശാന്തി ദൂതരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അപ്പൊ വിശേഷിച്ചും ഇൻസ്പയറിംഗ് ലൈഫ് സ്റ്റൈൽ ഫോർ ആൻ ഇൻക്രെഡിബിൾ ഫ്യൂച്ചർ എന്നുള്ള ടോപ്പിക്കില് അത്ഭുതകരമായ ക്ലാസ് എടുക്കാൻ ബ്രദർ വന്നിട്ടുണ്ട്. സോ വെൽക്കമിങ് പ്രഭാത് ഭായ് ടു ദി സെഷൻ. ഓം ശാന്തി.
Ready? Can we start? Audio check ചെയ്യണമായിരുന്നു രോണി സിസ്റ്റർ. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഓക്കെ. മീന സിസ്റ്ററോട് ഹായ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെ സിസ്റ്റർ പോയി. എനിവേ കൺവേ ചെയ്താൽ മതി സിസ്റ്ററോട്. എനിക്ക് ഇന്ന് പെട്ടെന്നൊരു സങ്കല്പം വന്നു രോണി സിസ്റ്റർ, പക്ഷെ എനിക്ക് എത്ര പേര് സൂമിൽ ജോയിൻ ചെയ്യുന്ന ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ മുന്നോട്ട് നീക്കിയില്ല. ഡോക്ടർ സതീഷ് ഗുപ്ത ഒരു റിക്വസ്റ്റ് ചെയ്താൽ ഹി വിൽ അഡ്രസ് ദ യൂത്ത് ഫോർ ഹാഫ് ആൻ അവർ. അപ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഗുപ്താജിയോട് പറയാം. Nowadays he is doing a lot of work on youth and for everyone. Okay. ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് ഒന്ന് നമുക്ക് തുടങ്ങാം. Why corona happened? കൊറോണ എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള അത്ര റെലവെന്റ് അല്ല. നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇനി എന്നുള്ളതാണ് റെലവെന്റ്. ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി ഗുഡ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് കൊറോണ വന്നു? ലോകത്തിൽ എല്ലാ സമയത്തും മനുഷ്യ ജീവിതം കുറച്ച് ഇംബാലൻസ് ആയ സമയത്ത്, ഇംബാലൻസ് ഇൻ ദ സെൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ അല്ലെങ്കിൽ ധാർമ്മിക കാര്യങ്ങളിൽ ശ്രദ്ധകൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദർ ഹാസ് ബീൻ എ ലോട്ട് ഓഫ് ആക്ടിവിറ്റി ജസ്റ്റ് ബിഫോർ കോവിഡ്. ലോകത്തിന്റെ അവസ്ഥ, നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. യുനോ, പീപ്പിൾ ഹാഡ് ക്രോസ് ഓൾ ലിമിറ്റ്സ്. ശ്രദ്ധിച്ചവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ദാറ്റ് വാസ് ബിക്കമിങ് ടു മച്ച്. ഒരു ബാലൻസിന്റെ തകിടം മറിച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇറ്റ് ഹാഡ് ടു ബി ബാലൻസ്ഡ്. ഇറ്റ് ഹാഡ് ടു ബി. നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ വീടുകളുടെ ഉള്ളിൽ പിടിച്ചിരുത്തണമായിരുന്നു. ബിക്കോസ് വെൻ ദർ ഇസ് ടു മച്ച് ആക്ടിവിറ്റി ദ എർത്ത് കനോട്ട് ഫങ്ഷൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഒരു സെമിനാറിൽ ഓൺ എൻവയോൺമെന്റൽ കോൺഫറൻസ് നടക്കുമ്പോൾ ജനീവയിൽ മോസ്റ്റ്ലി എവറി ഇയർ നടക്കാറുണ്ട്, ക്ലൈമറ്റ് കോൺഫറൻസ്. ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതിൽ ഷെയർ ചെയ്തു ഒരു വെരി ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റ്. ഐ ഫോർഗോട്ട് ഹിസ് നെയിം. ഹി സെഡ് ഇൻസെക്ട്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ദ എക്കോളജിക്കൽ ബാലൻസ്. നമ്മുടെ ചെറിയ ചെറിയ പ്രാണികൾ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത പ്രാണികൾ എക്കോളജിക്കൽ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമാണ്. കാരണം പ്രാണികൾ ഈ മനുഷ്യൻ്റെ പ്ലാസ്റ്റിക് മാലിന്യം, നമ്മൾ ചെയ്യുന്ന മറ്റ് പ്രകൃതിയോട് ചെയ്യുന്ന വികൃതികൾ കാരണം ഇൻസെക്ട്സ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. അലാമിംഗ്ലി ഡേഞ്ചറസ്. ആ ഇൻസെക്ട്സ്, അദ്ദേഹം പറഞ്ഞു, സപ്പോസ് ടുഡേ if all insects disappear from the face of the earth, today, if all insects disappear from the face of the earth, within 5 years, life would cease. ഭൂമിയിലെ ജീവൻ അവസാനിക്കും. മനുഷ്യ ജീവിതം ഉണ്ടാവില്ല, മറ്റൊരു ജീവിതം ഉണ്ടാവില്ല. ബിക്കോസ് ഇൻസെക്ട്സ് ആണ്, പ്രാണികളാണ്, ചെറിയ ചെറിയ പ്രാണികളാണ് ഇക്കോളജിക്കൽ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത്. അദ്ദേഹം വളരെ രസകരമായിട്ടുള്ള വേറൊരു ഒബ്സർവേഷൻ കൂടി നടത്തി. ബൈ എനി ലക്കി ചാൻസ് ഇഫ് ഹ്യൂമൻ ബീങ്സ് ഡിസപ്പിയർ ഫ്രം ദ ഫേസ് ഓഫ് എർത്ത് ടുഡേ, ഇന്ന് എല്ലാ മനുഷ്യരും, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരില്ലാതായാൽ, കൂട്ടത്തോട് അപ്രത്യക്ഷമായാൽ, വിത്തിൻ 5 years the earth would regain its balance. 5 വർഷത്തിനുള്ളിൽ ഭൂമി വീണ്ടും തളിർക്കുകയും പൂക്കുകയും ചെയ്യും. അത് അതിൻ്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കും, നഷ്ടപ്പെട്ട സന്തുലിതാവസ്ഥ. സോ ദർ ഇസ് ഓൺലി വൺ സ്പീഷീസ് ദാറ്റ് ഈസ് ഈ ബാലൻസിനെ തകിടം മറിക്കുന്ന ഒരേ ഒരു സ്പീഷീസ് മാത്രമേ ഉള്ളൂ. സോ കോവിഡ് വാസ് എസെൻഷ്യൽ. സോ വാട്ട് നെക്സ്റ്റ്? പ്രകൃതിയെ നമുക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. We must, the first step
ഈ കോവിഡിന് ശേഷം നമുക്ക് നമ്മുടെ ജീവിതം കണ്ടിന്യൂ ചെയ്യാൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേൺ ടു റെസ്പെക്ട് ദി ഇക്കോളജി, ലേൺ ടു റെസ്പെക്ട് ദി എൻവയോൺമെന്റ്. നമുക്ക് റെസ്പെക്ട് ഇല്ല, തീരെ ഇല്ല. ആൻഡ് റെസ്പെക്ട് എങ്ങനെ കാണിക്കാൻ പറ്റും? വി നോ എവറിത്തിങ്, നമ്മൾ ചെയ്യാൻ തയ്യാറില്ല. വി ക്യാൻ ഡു, നമ്മൾ ചെറിയ ചെറിയ കാര്യം, നമ്മൾ കടലാസ് മാക്സിമം ഒഴിവാക്കാം, കഴിയുന്നത്ര. ഞങ്ങളിപ്പോൾ ഇവിടെ മധുബനിൽ വി ഡോണ്ട് ഡിസ്ട്രിബ്യൂട്ട് മുരളീസ് ഞങ്ങളുടെ മെയിൻ നോളജ് ബോഡിയാണ്. പ്രിന്റഡ് മുരളീസ്, 4 പേജുള്ള മുരളി എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബിക്കോസ് ദാറ്റ് ഈസ് അവർ മെയിൻ സോഴ്സ് ഓഫ് നോളജ്. അത് ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ദർ ഇസ് മൊബൈൽ ഫോൺസ് ആൻഡ് വി ഹാവ് എവറി മുരളി ഇൻ ദ മൊബൈൽ. സോ വൈ വേസ്റ്റ് പേപ്പർ? എത്ര പേപ്പറിന്റെ വേസ്റ്റേജ് ആണ്. പ്ലാസ്റ്റിക് കവേഴ്സ് ഒഴിവാക്കാൻ പറ്റുന്ന തുണിസഞ്ചി എത്ര ബെറ്റർ ആണ് എക്കോളജിക്കൽ ബാലൻസിന്. കേരളത്തിലെ ഓരോ വീടുകളിലും നമ്മൾ തുണിസഞ്ചി ആക്കിയാൽ, കടയിൽ സാധനം വാങ്ങാൻ തുണിസഞ്ചി കൊണ്ട് പോയാൽ, ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ്, ദാറ്റ് ഈസ് ഷോയിങ് റെസ്പെക്ട് ടു ദ നേച്ചർ. പക്ഷെ ഇതിന്റെ തിരിച്ചടി വരുമ്പോൾ ആണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് നൗ, നമ്മൾ ഇൻഡിവിജ്വലായ നമ്മുടെ ചേഞ്ചിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാണ്ട്. ബട്ട് ബിഫോർ I thought this is the first thing that we should do right now, respect the nature. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് തലത്തിൽ അത് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് പ്രകൃതിയെ റെസ്പെക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ട്രൈ ടു ലേൺ മെഡിറ്റേഷൻ ആൻഡ് ബി പീസ്ഫുൾ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഹ്യൂമൻ വൈബ്രേഷൻ, ബേസിക്കലി മെഡിറ്റേഷൻ, ബ്രഹ്മകുമാരീസിന്റെ മെഡിറ്റേഷനിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് I am a soul living within the body. I am a powerful, pure, happy, blissful soul that is living within the body. ആത്മാവായ ഞാൻ ചിന്തിക്കുന്ന ഓരോ ചിന്തയും തരംഗങ്ങളായിട്ട് പുറത്തുപോയി പ്രകൃതിയെ ഒന്നുകിൽ പോസിറ്റീവായിട്ട് ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. There is nothing neutral. There is no human thought which is neutral nowadays. ഒന്നുകിൽ അത് ദേഷ്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, അല്ലെങ്കിൽ ടെൻഷന്റെ, അല്ലെങ്കിൽ ദുഃഖത്തിന്റെ, അല്ലെങ്കിൽ ഭയത്തിന്റെ നെഗറ്റീവ് വൈബ്രേഷൻസ് പുറപ്പെടുവിക്കും, ഇല്ലെങ്കിൽ അത് ഹാപ്പിനെസിന്റെ, ജോയ്, ഹാപ്പിനെസ്. 2 തരത്തിലുണ്ട്. വൺ ഈസ് കണ്ടീഷണൽ ആൻഡ് അതർ ഈസ് അൺകണ്ടീഷണൽ. കണ്ടീഷണൽ ഹാപ്പിനെസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നു, ഒരു പുതിയ ഡ്രസ്സ് ഗിഫ്റ്റ് തന്നു, അതിടുന്ന സമയത്ത് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന തരംഗങ്ങൾ, ഇറ്റ് ഈസ് ആൾസോ ഗുഡ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി പ്യുവർ. അത് ജോയ്, തൽക്കാലത്തേക്കുള്ള ഒരു വികാരം. പുതിയൊരു കാറ് വാങ്ങിച്ചു, നമ്മുടെ തന്നെ അധ്വാനത്തിന്റെ റിസൾട്ടായിട്ട് നമ്മളൊരു കാറ് വാങ്ങിച്ചു. ആ കാർ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദാറ്റ് ഫീൽ, ഐ എം വെരി ഹാപ്പി. നമ്മൾ പറയുന്നത് നമ്മൾ ഹാപ്പിയാണ്. ഇനി ദ റൈറ്റ് കൈൻഡ് ഓഫ് വൈബ്രേഷൻസ്, വെൻ വി ഹാവ് ലേൺഡ് ദാറ്റ് ഐ എം ദ സോൾ, ഞാൻ ആത്മാവാണെന്നും ഞാൻ എപ്പോഴും ഹാപ്പിയാണെന്നും തിരിച്ചറിയുമ്പോൾ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഹാപ്പിനെസ്, ഓൾവേസ് പീസ്ഫുൾ വൈബ്രേഷൻസ്. ഐ എം നോട്ട് disturbed by anything. വ്യക്തികൾ, വസ്തുക്കൾ, സംഭവങ്ങൾ. 3 കാര്യങ്ങളേ ഉള്ളൂ ആക്ച്വലി. I think it is Bernard Shaw or somebody else who said low people, I mean small people discuss people. ശ്രദ്ധിച്ചോളൂ, small people discuss people. Moderate minds discuss events. Moderate people, മിഡിലുള്ള ആൾക്കാർ, ഇടനിലക്കാർ, ഇടയിലുള്ള ആൾക്കാർ. ആൻഡ് ഗ്രേറ്റ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ് ടു ചേഞ്ച് ദ വേൾഡ്, ഐഡിയാസ് ടു ചേഞ്ച് വൺസെൽഫ്. നമ്മളെ തന്നെ ചേഞ്ച് ചെയ്ത് ലോകത്തിനെ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന മനസ്സുകൾ വളരെ കുറച്ചാണ്. അവരെയാണ് മഹാന്മാരായ ആൾക്കാർ എന്ന് പറയുന്നത്. When we start that today, we are also going to the level of great people. മഹാനായി തീരാൻ വേറൊന്നും വേണ്ട. സോ വ്യക്തികൾ, വസ്തുക്കൾ, ഇവന്റ്സ്, സംഭവങ്ങൾ, ഇതിനോടൊക്കെയുള്ള റെസ്പോൺസ്. എനിക്കിഷ്ടമുള്ള സംഭവം, എനിക്കിഷ്ടമില്ലാത്ത സംഭവം, എനിക്കിഷ്ടമുള്ള വ്യക്തി, എനിക്കിഷ്ടമില്ലാത്ത വ്യക്തി, എൻ്റെ ഐഡിയൽസിന് ചേരാത്ത വ്യക്തികൾ, എൻ്റെ ഐഡിയൽസിന് ചേരുന്ന വ്യക്തികൾ, ഡുവാലിറ്റീസ്. ഈ ഡുവാലിറ്റീസിനെ മറികടക്കാൻ മെഡിറ്റേഷൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ
നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന തരംഗങ്ങൾ ഓൾവേസ് ഇറ്റ് വിൽ ബി സ്റ്റേബിൾ, ഓൾവേസ്. ഇനി ശ്രദ്ധിച്ചോളൂ, ഈ സ്റ്റേബിൾ വൈബ്രേഷൻസ് ഒരു വളരെ ദുഃഖിതനായ വ്യക്തി, അല്ലെങ്കിൽ വിശക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ദാഹിച്ചു വലയുന്ന വ്യക്തി വെള്ളം എപ്രകാരം ആഗ്രഹിക്കുന്നു, ഒരു ദാഹിച്ചു വലയുന്ന വ്യക്തി വെള്ളം എപ്രകാരം ആഗ്രഹിക്കുന്നു, ഒരു പ്രകൃതി ശാന്തമായ മനസ്സുകളിൽ നിന്നുള്ള വൈബ്രേഷൻ ആഗ്രഹിക്കുന്നു. കാരണം പ്രകൃതി ഇസ് ഡിപ്പെൻഡഡ് ഓൺ മനുഷ്യ ആത്മാവിൽ ഡിപ്പെൻഡഡ് ആണ്. പ്രകൃതിയും പുരുഷനും എന്നാണ് പറയുന്നത്. പ്രകൃതിയും പുരുഷനും വേറെ വേറെ എൻറ്റിറ്റീസ് ആണെങ്കിലും ഓൾവേസ് റിമെമ്പർ പ്രകൃതി ഈസ് ഡിപ്പെൻഡഡ് ഓൺ പുരുഷ്. പുരുഷൻ എന്ന് വെച്ചാൽ ആത്മാവ്, ഞാൻ, ആത്മാവായ ഞാൻ, ഭൂമധ്യത്തിലിരിക്കുന്ന തലച്ചോറിനകത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്താണ്, എന്ത് തരംഗങ്ങളാണ് പുറത്തുവിടുന്നത്? See, now we are creating a community. I noted that there are 100+ people right now listening. We are getting aligned to one vibration, and these vibrations will go out to the world. This is a great help to the atmosphere. ഇത് ദിവസവും ചെയ്യണം. There is a specific time for this in the Brahmakumaris. വൈകിട്ട് 6:30 തൊട്ട് 7:30 വരെയുള്ള സമയം every Brahmakumar and Kumari in the world, nearly 10 lakh plus ആൾക്കാർ, മെഡിറ്റേറ്റേഴ്സ് ഇരുന്ന് പ്രകൃതിയെ ശാന്തമാക്കാനുള്ള തരംഗങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്, പീസ്ഫുൾ വൈബ്രേഷൻസ്. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. If we can do this in our home atmosphere will become stable. അതിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണെന്നല്ല, ഇത് വളരെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, I think there are couples also listening to this. There are bachelors also listening to this, youth, everyone. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി, രണ്ടാളാണെങ്കിൽ രണ്ടാള്, എല്ലാവരെയും നിങ്ങൾക്ക് ചേർത്താൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും, ആരും കൂടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യു, ഇഫ് യു ക്യാൻ സിറ്റ് ഇൻ പീസ് ഫോർ half an hour, it is a great help to yourself, to your family, to the world. കൊറോണ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് സ്റ്റെപ്പ്. സോ ദാറ്റ് ഈസ് ദ ടൈം. സോ ഇക്കോളജി ഫസ്റ്റ്. ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. കാറ് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ നടന്നു പോകാൻ പറ്റുന്ന ദൂരാണെങ്കിൽ നടക്കുക. ദിസ് ഇസ് എ ഗ്രേറ്റ് റെസ്പെക്ട് ടു ദ എൻവയോൺമെന്റ്. ആത്മാവ് ചെയ്യുന്ന ഓരോ അധിക ചെലവും ആത്മാവിന്റെ മേൽ കടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയും, മൈ ഹാർഡ് ഏൺഡ് മണി, കാർ ഞാൻ വാങ്ങിച്ചത്, പെട്രോളിന് പൈസ ഞാൻ കൊടുക്കും, ദാറ്റ്സ് ആൾ റൈറ്റ്, ദർ ഇസ് നോ പ്രോബ്ലം. ബട്ട് വെൻ യു ഡു സംതിങ് അൺനെസസറി ആയ, ഒഴിവാക്കാവുന്ന ചില അനാവശ്യ ചെലവുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ, ആത്മാവിലൊരു ഭാരം, ഒരു കടം, ദർ ഇസ് എ ഡെറ്റ് which is being created because it is unnecessary. ഒരുപാട് കർമ്മങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ റിട്ടേൺ ഉണ്ട്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഉണ്ട്, മറ്റ് ആത്മാക്കളിൽ നിന്നുള്ള റിട്ടേൺ ഉണ്ട്. There are a lot of unseen things which are happening in the world. അപ്പോൾ മെഡിറ്റേഷൻ ആക്ച്വലി ദിശ ഫോർ യൂത്ത്, ഈ 5 ദിവസത്തെ I read the description. It is a meditation course. So these are all related to meditation. What is meditation? It is just a state of mind. പലരും പറയും മെഡിറ്റേഷൻ ഒരു ആർട്ട്, ഒരു സ്കില്ലാണ്, എനിക്കത് പഠിക്കണം. It is not a skill or something. It is not a soft skill to be learned. It is a state of mind. നിങ്ങൾ ശാന്തമാണെങ്കിൽ you are meditative. Meditation is nothing. Thinking about a specific thing for continuously without any interruption. അത് ആര് വേണമെങ്കിലും ആവാം. You think about your spouse, that's also meditation. You think about your friend in US, that's also meditation. Continuously, you think about your mother and how loving she is, that's a meditation. But it is not necessary that you will be charged. വ്യക്തികളും വസ്തുക്കളും സംഭവങ്ങളും അതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് ഇറ്റ് വിൽ റീചാർജ് യു ഇൻ എ പോസിറ്റീവ് വേ. ദർ ഇസ് ഓൺലി വൺ മെഡിറ്റേഷൻ, ദർ ഇസ് ഓൺലി വൺ എൻറ്റിറ്റി. ഒരേ ഒരു എൻറ്റിറ്റി മാത്രമേ ഉള്ളൂ.
ഏതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണോ ശക്തി നിറയുന്നത്. That is the base of meditation. Paramatma, God, whatever you call him, the energy, the ultimate energy. So Brahma Kumaris teach us to connect with this ultimate energy without being bothered about the names. Allah, Yehovah, Ek Onkar, Nirakar, Satchit Anand Swarup. There is only one who never takes a body. ഒരിക്കലും ശരീരം ധരിക്കാത്ത സച്ചിദാനന്ദ സ്വരൂപനായ പോയിന്റ് ഓഫ് ലൈറ്റ് പരമാത്മ, my true friend, my true relative, my true father and mother. So that is meditation. ഞാൻ മെഡിറ്റേഷൻ്റെ ആഴത്തിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് an introductory session. I wanted to നിങ്ങളുടെ ശ്രദ്ധയെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് വലിക്കാനാണ്, ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇന്ന് ഞാൻ ചിന്തിക്കുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ആപ്റ്റ് ഫോർ ദിസ് 5-day സെഷൻ. ആൻഡ് ഇതിൽ പുതിയവർ, ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കുറച്ച് പേര് കുറച്ച് പരിചയം ഉള്ളവരുണ്ടായിരിക്കും ബ്രഹ്മകുമാരീസിന്റെ പ്രോസസ്സുമായിട്ട്. എസ്പെഷ്യലി ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർ, ഐ റിക്വസ്റ്റ് യു ടു ലിസൺ കംപ്ലീറ്റ്ലി വിതൗട്ട് എനി ഡിസ്ട്രാക്ഷൻ, ബിക്കോസ് ദിസ് ഈസ് അവർ ലൈഫ്, ദിസ് ഈസ് അവർ ഫൗണ്ടേഷൻ. മനസ്സ് ശാന്തമല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കൊറോണയുടെ കാരണം നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ there is a process, there is a stop process which we should do. What is the stop process? ജീവിതത്തിൽ ഇത് ഞാൻ this is an extreme example. എല്ലാവരും ആ സ്ഥിതിയിലായിരിക്കണമെന്നില്ല. ബട്ട് ഇഫ് there is someone who feel that this corona, കുടുംബത്തിൽ ആരെങ്കിലും ശരീരം വിട്ടുപോയി, പ്രിയപ്പെട്ടവരുടെ മരണം, വേർപാട്, സാമ്പത്തികമായ വളരെ ക്ലേശങ്ങൾ, പലർക്കും ജോലി നഷ്ടപ്പെട്ടു. ഐ തിങ്ക് ഇഫ് someone is listening in that stage, ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഒരുപാട് പേര് എനിക്കറിയാം ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊറോണ കാരണം. There is an example which we should learn. There is an eagle, a kind of vulture, ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട കഴുകൻ. അത് ഒരുപാട് വർഷം ജീവിക്കുന്നതാണ്. നിയർലി ഐ തിങ്ക് 50 to 60 years അതിൻ്റെ ആയുസ്സുള്ള ഒരു കഴുകൻ. അപ്പൊ അത് ആ ആയുസ് എത്തണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ എ വെരി വെരി സ്ട്രിഞ്ചന്റ്, വെരി ഡിഫിക്കൽട്ട് സ്റ്റെപ്പ് ഇൻ ഇറ്റ്സ് ലൈഫ്. 30-40 വർഷം കഴിയുന്ന സമയത്ത് അതിൻ്റെ തൂവലുകളൊക്കെ ഒട്ടി അതിന് പറക്കാൻ പറ്റാതെ, ചിറകിൻ്റെ ചലനശേഷി നഷ്ടപ്പെടും, അതിൻ്റെ കൊക്ക് വളഞ്ഞു പോവും, ഇരപിടിക്കുന്ന ടാലൻസ് അത് ഷ്രിങ്ക് ചെയ്ത് പോവും, അതിന് പിടിക്കാൻ പോലും പറ്റാതെ. സോ there are two choices actually. ഒന്ന് അങ്ങനെ മരിച്ചു പോവുക, രണ്ടാമത്തേത് go through a complete transformational process. And this vulture actually takes the second one. It go through a complete transformation. അത് എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ? ഇറ്റ് ഇസ് വെരി പെയിൻഫുൾ. അതിൻ്റെ ഉപയോഗിക്കാൻ പറ്റാത്ത കൊക്ക് വെച്ച് അത് ആദ്യം തൂവലുകളെയൊക്കെ പറിച്ചു കളയും. ആൻഡ് ഇറ്റ് വിൽ ബ്ലീഡ് പ്രൊഫ്യൂസ്ലി. ഒരുപാട് വേദന സഹിച്ച് അതിൻ്റെ തൂവലുകളെ അത് പറിച്ചു കളയും. Then, and first it would go to a mountain top to do that. ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഏകാന്തത്തിൽ പോയിരുന്നിട്ട് അത് തൂവലുകളെ പറിച്ചു കളയും. പിന്നെ അതിൻ്റെ ടാലൻസ്, അതിനെ അടിച്ചടിച്ച് അതിൻ്റെ നഖങ്ങളൊക്കെ അത് സ്വയം വേർപെടുത്തി കളയും. പിന്നെ അതിൻ്റെ കൊക്ക് വളഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാതായ കൊക്കിനെ പോലും അത് പാറയിൽ അടിച്ചടിച്ചടിച്ച് വിടർത്തി കളയും. ആൻഡ് ദെൻ ഇറ്റ് വിൽ വെയിറ്റ്. And this will happen within 1 week. ഇതിന് ഒരാഴ്ച സമയം എടുക്കും. A process of pain. And then it will wait. And it will wait for 2 months. പതുക്കെ അതിന് പുതിയ തൂവലുകൾ വരും, അതിൻ്റെ കൊക്ക് വളർന്നു വരും. Another powerful beak, talons will grow again. And then it will take the first flight after its rebirth. അതിന് rebirth എന്നാണ്, the flight of rebirth. Everyone, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ we can take that flight of rebirth.
ബട്ട് ദർ ഇസ് എ പ്രോസസ്. ഞാനിതിനെ പെയിൻഫുൾ പ്രോസസ് എന്ന് പറയില്ല, കാരണം വൾച്ചറിന് അതൊരു physically painful process ആണ്. But for many people it is an emotionally painful process. പഴയ ഉപയോഗശൂന്യമായ മനോഭാവങ്ങളെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള whatever is negative, എൻ്റെ ദുർഗുണങ്ങൾ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് whatever which is not useful for me, അതിനെ സ്വന്തം പ്രയത്നം കൊണ്ട് പറിച്ച് കളയേണ്ടി വരും. It involves certain pain. Change is not always easy, but it is very beneficial. ചെക്ക് ചെയ്യണം എന്താണ് എന്നെ മുന്നോട്ട്. ഡോണ്ട് ലുക്ക് ഔട്ട്സൈഡ്, ഡോണ്ട് നെവർ ലുക്ക് ഔട്ട്സൈഡ്. ഈ കൊറോണ എന്ന് പോയി കിട്ടിയാൽ ശരിയാവും. The next one is about to come, my dear friends. The next one is about to come. തേർഡ് വേവിനെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. തേർഡ് വേവ് will not be a big problem. Third wave of corona will not be a big problem, which is about to come in September, October, which is being predicted. കൊറോണയുടെ തേർഡ് വേവ് നമ്മളെ കാര്യമായിട്ടൊന്നും അലോസരപ്പെടുത്തില്ല. ഇറ്റ് ഈസ് എ ബിഗർ തിങ്സ് ആർ അബൌട്ട് ടു കം, ബിക്കോസ് ഹ്യൂമൻ ബിഹേവിയർ ചേഞ്ച് ആവുന്നില്ല. വി ആർ നോട്ട് ലേണിംഗ് അവർ ലെസൺസ്. അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് പേര് വി ഷുഡ് ലേൺ അവർ ലെസൺ. വലിയ പ്രശ്നങ്ങളെ മറികടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളില് എന്താണ് എന്നെ തടയുന്നത്? ആൾക്കാരെ നോക്കരുത്. ഈ വ്യക്തി ഒന്ന് എൻ്റെ ലൈഫിൽ നിന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ കുറെ ഭേദം എന്നെ. No, another person will come and disturb you the same way, because a problem എൻ്റെ ഉള്ളിലാണ്. I haven't changed certain attitudes. ഒരു രസകരമായ ഒരു ഒബ്സർവേഷൻ നടത്തി ഒരു psychologist. If a problem persists, if a situation which I don't like, if it persists, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം അങ്ങനെ നിലനിൽക്കുകയാണ്, എനിക്കിതിൽ നിന്നും പുറത്ത് കടന്നാൽ മതി, but it is not. എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്, ദ സെയിം സിറ്റുവേഷൻ കണ്ടിന്യൂസ് ആൻഡ് ഐ എം ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ്. വൈ ഇസ് ദിസ് ഹാപ്പനിങ്? ദർ ഇസ് ഓൺലി വൺ റീസൺ. ഐ ഹാവൻറ്റ് ലേൺഡ് ദ വൺ ലെസൺ ഫോർ വിച്ച് ദിസ് സിറ്റുവേഷൻ ഹാസ് ഒക്കേർഡ്. എന്ത് എന്നെ പഠിപ്പിക്കാനാണോ, എന്ത് കാര്യം എന്നെ പഠിപ്പിക്കാൻ ചേഞ്ച് ചെയ്യാനാണോ ഈ സിറ്റുവേഷൻ വന്നത്, ആ ഒരൊറ്റ കാര്യം ഞാൻ ഇനിയും പഠിച്ചിട്ടില്ല. അത് ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഈസ്. വിൽ ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ഔട്ട്. ഏതോ ഒരു കാര്യം അത് പഠിച്ചാലല്ലാതെ ദിസ് സിറ്റുവേഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ആൻഡ് എത്ര പെട്ടെന്ന് അത് പഠിക്കുന്നോ, യു വിൽ കം ഔട്ട് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. എന്താണ് എനിക്ക് പഠിക്കാനുള്ളത്? ഈ സിറ്റുവേഷൻ, എവറി സിറ്റുവേഷൻ കംസ് ടു സേ ദാറ്റ് ദർ ഇസ് സംതിങ് ഇൻസൈഡ് യു വിച്ച് നീഡ്സ് ടു ബി ചേഞ്ച്ഡ്. ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ നിങ്ങൾ. Every situation comes to teach you that there is something inside you which needs to be changed, which needs to be addressed. അത് നമ്മൾ സൈഡാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് അതിനെ മാറ്റാൻ താല്പര്യമില്ല. ഞാൻ അതും വെച്ചുകൊണ്ട് പോകാനാണ് തീരുമാനം. But it will hurt a lot, whatever it is. So these are certain and this process, stop process എന്ന് പറയും നമ്മൾ. സ്റ്റോപ്പ്. കാര്യങ്ങൾ ശരിയാവുന്നില്ല എന്ന് തോന്നുമ്പോൾ ദിസ് ഇസ്, ഇഫ് യു ഫീൽ ദാറ്റ് ദിസ് ഇസ് നോട്ട് ഹൗ ഐ ഷുഡ് മൂവ് ഫോർവേഡ്, എനിക്ക് ഇതിനേക്കാളും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും പ്രൊഡക്റ്റീവായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും, ശാന്തമായിട്ടും വിതൗട്ട് കോൺഫ്ലിക്റ്റ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ലെങ്കിൽ ഡു എ സ്റ്റോപ്പ് പ്രോസസ്. STOP. ഓക്കെ, നോട്ട് ദിസ് ഡൗൺ. സ്റ്റെപ്പ് ബാക്ക്. ചെയ്തുകൊണ്ടിരിക്കുന്ന activities, rat race, whatever you are doing, അതിനെ തൽക്കാലം നിർത്തി വെക്കേണ്ടി വരും. You will have to take a break, step back, and then, കാരണം രണ്ടാമത്തെ പ്രോസസ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്, think properly. think. Unless you step back, you cannot think. കാരണം നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്തി കൊണ്ടുപോകുന്നതിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ് മുഴുവൻ വ്യാപൃതമായിരിക്കുകയാണ്. Unless you step back, you may not be able to think properly. So stop all activities for any duration of time. That is up to you. And think in the right way. How to think in the right way? I think in the coming 5 days you will get to know that. Then നിങ്ങൾ ശരിയായ രീതിയിലാണ് ചിന്തിക്കുന്നത്, യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഇച്ചിങ് യു.
വാട്ട് ഈസ് എ പ്രോബ്ലം, എൻ്റെ ഉള്ളിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത ആ പ്രോബ്ലം എന്താണ്, അത് ഇറ്റ് വിൽ ബി വൺ മെയിൻ തിങ് ആൻഡ് എ ലോട്ട് ഓഫ് അതർ സബ്, അതിൻ്റെ കൂടെ നിൽക്കുന്ന വേറെയും കാര്യങ്ങൾ. ദർ വിൽ ബി സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ട ഒരു കാര്യം. വൺസ് യു റെക്കഗ്നൈസ് ദാറ്റ്, അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ then you can change that and then organize. Stop process ലെ മൂന്നാമത്തെ സ്റ്റെപ്പ്, ഓർഗനൈസ് യുവർ ലൈഫ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് റിസോഴ്സസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ, ബുക്സിൽ കൂടെയും ലെക്ചേഴ്സിൽ കൂടെയും. യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് തിങ് ടു ഓർഗനൈസ് യുവർ ലൈഫ്. ദർ ആർ ഗ്രേറ്റ് പീപ്പിൾ ഔട്ട്സൈഡ് ഹു കൻ ടീച്ച് യു ഹൗ ടു ഓർഗനൈസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. But organization, the first step, without you have your mind with you. Organization namukku is not physical external organization that I'm talking about. രാവിലെ എണീക്കുക, ഈ സമയത്ത് ഇത്ര ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ സമയം, നിങ്ങളുടെ സ്റ്റഡി അതിൻ്റെ സമയം, നിങ്ങളുടെ പീക്ക് പെർഫോമൻസിൻ്റെ ടൈം. That's not what I'm talking about. Organizing your mind, having a clear vision. എന്താണ് എനിക്ക് വേണ്ടത്? What will satisfy me? This is a one big question. എന്ത് കാര്യം എന്നെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കും? എനിക്ക് എന്താണ് വേണ്ടത്? വെരി സിമ്പിൾ. വാട്ട് ഡു ഐ വാണ്ട് ഇൻ ലൈഫ്? ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മൾ ഇതിനെ സൈഡാക്കി പോകുന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത്. ടേക്ക് ടൈം ടു അഡ്രസ് ദിസ് ക്വസ്റ്റ്യൻ. ബോൾഡ്ലി, കറേജിയസ്ലി ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു ഐ വാണ്ട്? എന്ത് കിട്ടിയാലാണ് എനിക്ക് സന്തോഷമാവുക? അപ്പൊ ലാസ്റ്റ് അതിന്റെ ആൻസർ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ദ സസ്പെൻസ്. എന്ത് കിട്ടിയാലാണ് സന്തോഷമാവുക എന്ന് അന്വേഷിച്ചു പോകുന്ന ഒരാൾ അവസാനം കണ്ടെത്തുന്നത് കിട്ടുമ്പോഴല്ല സന്തോഷിക്കുന്നത്, കൊടുക്കുമ്പോഴാണ്. This is where we ultimately reach. When we start contributing what we have for the betterment of others, appadana our life get organized. But take it as a statement. Either this is to be experimented. എടുക്കുന്നതും കൊടുക്കുന്നതും തമ്മിലുള്ള വലിയ അന്തരം, it needs to be, that gap needs to be bridged. നമ്മളെല്ലാവരും എന്താ കിട്ടുന്നത്? what ഇതിന്ന് എന്ത് കിട്ടും എനിക്ക്? ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണും, യൂട്യൂബിലൊരു വീഡിയോ, വാട്ട് ആം ഐ ഗോയിങ് ടു ഗെറ്റ്? ഇന്ന് എന്ത് കിട്ടും? എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ എന്താണ് എനിക്ക് കിട്ടുക? വി ആർ സോ ഒബ്സസ്ഡ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഐ ഗെറ്റ്? അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നുപോവാണ്. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എടുക്കാനേ അല്ല, വി ഹാവ് എ ലോട്ട് ഓഫ് റിസോഴ്സസ് ഇൻസൈഡ്, അത് കൊടുക്കാനാണ്. വി ഹാവ് എ ലോട്ട് ഓഫ് റിസോഴ്സസ് ഇൻസൈഡ്. ഒരുപാട് ആത്മാവിന്റെ ഉള്ളിൽ ഗുണങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. സ്പിരിച്വലി സ്പീക്കിംഗ് it is 8 powers. Okay, it is 8 powers, 7 basic qualities and 16 celestial degrees. I'm not going to name all of them. Other you ask to any Brahma Kumari sister, central adinte books undu, Brahma Kumari centers il, you must study that. ആത്മാവായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഒറിജിനൽ ക്വാളിറ്റീസ് ഉള്ളതെന്ന് അറിഞ്ഞില്ലെങ്കിൽ it is a bad way of living life. Again I repeat, 8 powers. എല്ലാം ഞാൻ പറയുന്നില്ല. പവർ ടു ടോളറേറ്റ് ഇൻ ദ റൈറ്റ് വേ, പവർ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. എനിക്കിത് വേണോ അത് വേണ്ടയോ, ഇതിനെ ഞാൻ തള്ളിക്കളയണോ അതോ എടുക്കണോ? ഇറ്റ് ഇസ് എ ബിഗ് കൺഫ്യൂഷൻ. ദാറ്റ് ഇസ് എ പവർ. പവർ ടു ഡിസൈഡ് ഫോർ മൈസെൽഫ്, ഫോർ അതേഴ്സ്. ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് പവർ ടു ജഡ്ജ് ഇൻ ദ റൈറ്റ് വേ. പവർ ടു കോഓപ്പറേറ്റ്, ഇറ്റ് ഇസ് എ പവർ. ചിലർ പറയും എനിക്ക് ആരോട്ടും കോപ്പറേറ്റ്, നിങ്ങൾ ഇങ്ങോട്ട് ഉപദ്രവിക്കേണ്ട, ഞാൻ അങ്ങോട്ട് ഉപദ്രവിക്കില്ല. There's a lack of power to cooperate. Cooperate ചെയ്യുന്നവർ പറയും I will help and you help me. So it is a power. We need to develop this. അത് ഇതെല്ലാം ആത്മാവിന്റെ ഉള്ളിലുണ്ട്. But we are not focusing on that. See, and if you don't use it, you will lose it. ഈ രണ്ട് കൈകളും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ പറ്റില്ല. If you don't use it, you will lose it. ആത്മാവിന്റെ ശക്തികൾ അതുപോലെ തന്നെയാണ്. സഹനശക്തി ഉപയോഗിച്ചില്ലെങ്കിൽ
If all you know is to shout back at someone who is not saying the right thing according to you, you will lose the power. നമ്മളെ എല്ലാവരുടെയും ലൈഫ് പലപ്പോഴും ആ ഒരു മോഡിൽ കൂടെ പോകാറുണ്ട്. എനിക്ക് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, I cannot tolerate what you have said. No, use the power of tolerance, because that is your treasure. Use it. Otherwise you will lose it. You will always shout at people who you think are not saying the right thing. Power to face. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി. ഡോണ്ട് എസ്കേപ്പ്. സൈഡാക്കി പോവാൻ നമുക്ക് പറ്റില്ല. ബിക്കോസ് എ ടൈം വിൽ കം, പിന്നെ സൈഡാക്കി പോവാനേ പറ്റില്ല. നമ്മുടെ മുമ്പിൽ അത് വലിയൊരു മല പോലെ വന്ന് നിൽക്കും. ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. We should know what is our problems എന്തൊക്കെയാണ്, അതിനെ ഫേസ് ചെയ്യണം. There is solution നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. I need to change myself. തല കുനിക്കേണ്ട സമയത്ത് തല കുനിക്കേണ്ടി വരും. അത് ശരി, ഞാനാണ്, അത് എൻ്റെ മിസ്റ്റേക്ക് ആണ്. It takes a lot of power to do that. That was my mistake. I will not repeat that. അത് ഉള്ളിൽ അക്നോളജ് ചെയ്യാൻ തന്നെ പവർ വേണം. അത് വേറൊരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ യു ഷുഡ് ബിക്കം എ സൂപ്പർമാൻ. സോറി, എൻ്റെ തെറ്റാണ് കേട്ടോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് പവർ. അത് വെറുതെ പറയല്ല, തെറ്റാണെങ്കിൽ ഇഫ് ഐ റിയലൈസ്. സോ ദർ ആർ ലോട്ട് ഓഫ് പവേഴ്സ് വിച്ച് യു നീഡ്, വിച്ച് ഈസ് ദെയർ ഇൻസൈഡ്. പക്ഷെ അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ ഇമർജ് ചെയ്യണം. ഇറ്റ് ഈസ് മർജ്ഡ് ഓൾ ഇൻസൈഡ് ദ സോൾ. And there are our qualities. Powers ഞാൻ ഫസ്റ്റ് പറയാൻ കാരണം, without which our lives will become miserable. ശക്തികളില്ലാത്ത ജീവിതം വലിയ ബുദ്ധിമുട്ടാണ് കലിയുഗത്തിന്റെ ഈ സമയത്ത്. ക്വാളിറ്റീസ് പിന്നെയും നമ്മൾ സ്നേഹം, we are all loving souls. പക്ഷെ ആ സ്നേഹം എന്തുകൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയട്ടെ എല്ലാവരോടും. ശക്തിയുടെ അഭാവം കൊണ്ടാണ്. ഇഫ് യു ആർ നോട്ട് പവർഫുൾ, യു വിൽ നോട്ട് ബി ഏബിൾ ടു ലവ്. ശക്തികളില്ലെങ്കിൽ ഗുണങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് എ സ്പിരിച്വൽ സീക്രട്ട് വിച്ച് എവ്രിവൺ നീഡ്സ് ടു ലേൺ. നോളജ്, വി ആർ ഓൾ നോളജ്ഫുൾ. ഇൻഫർമേഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. വി നോ ഇൻഹെറന്റ്ലി മെനി തിങ്സ്. സബ് കോൺഷ്യസ് തിങ്സ് ആർ, ഒരുപാട് സബ് കോൺഷ്യസ് ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഏത് സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറണം നമുക്ക് ആക്ച്വലി അറിയാം. മെഡിറ്റേഷനിൽ കൂടെ ആ ശക്തികളെ നമ്മൾ ഉണർത്താത്തത് കൊണ്ട് സംടൈംസ് യു ആർ കൺഫ്യൂസ്ഡ് ഇൻ സിറ്റുവേഷൻ. ഈ വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണം, ഇവരോട് എങ്ങനെ റിയാക്ട് ചെയ്യണം, വി ആർ കൺഫ്യൂസ്ഡ്. വി ആർ നോട്ട് ഏബിൾ ടു യൂസ് ദാറ്റ് ക്വാളിറ്റി, നോളജ്. ഐ നോ ഓൾറെഡി. പക്ഷെ അത് പുറത്ത് വന്നിട്ടില്ല. അത് സബ് കോൺഷ്യസ് ലെയേഴ്സിൽ അങ്ങനെ ഹിഡൻ ആയി കിടക്കുകയാണ്. ഹൗ ടു റെസ്പോണ്ട് ഇൻ ദിസ് സിറ്റുവേഷൻ ഇൻ എ പോസിറ്റീവ് വേ. I know that already. Bliss, Sukham, Anandam. Sukhathinu, you know that there's a very interesting fact. Sukhathinu, there is no actual translation in English. Comfort is nowhere near. Sukham is what you feel inside. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടാത്ത സുഖം. When you know that you are the soul and you have everything. Okay, so this is the basic which we need post corona era-യിൽ നമുക്ക് ജീവിക്കാൻ. ഇത് കൂടിയേ തീരൂ. It is a must. So let us start. This is the right time. Let us start. എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇമ്മ്യൂണിറ്റി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇമ്മ്യൂണിറ്റി ആണ് എല്ലാവരും പറഞ്ഞു. ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ മാസ്ക്, നിങ്ങൾ 2-3 ലെയറുള്ള മാസ്ക് ഇട്ട് നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്, യു മൈറ്റ് ഹാവ് നോട്ടഡ് മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും സെക്കൻഡ് വേവില് ഗുണം ചെയ്തിട്ടില്ല. ദർ ആർ മെനി പീപ്പിൾ ഹു റിയലി കൈ കഴുകിക്കൊണ്ടേ ഇരുന്നിട്ടും സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചിട്ടും ഐ നോ പീപ്പിൾ ഹു വർ എഫക്റ്റഡ് ബൈ കൊറോണ. If you don't have the right immunity,
നിങ്ങൾ എന്ത് എക്സ്റ്റേണൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് ബെറ്റ്. ബി ഇമ്മ്യൂൺ. ആൻഡ് ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ, my dear friends, there is no other things. The immunity comes from inside. Immunity is synonymous to purity. Immunity is synonymous to purity. എത്ര നിങ്ങൾ ശുദ്ധമാണോ, പ്യൂർ ആണോ, പവിത്രമാണോ, അത്രയും നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. And purity is a very important, the most important and the most controversial topic on the planet. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല. ബട്ട് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇമ്മ്യൂണിറ്റി ഇസ് സിനോണിമസ് ടു പ്യൂരിറ്റി. അത് ഏത് തരം ശുദ്ധി നിങ്ങൾ എടുത്തോളൂ. സി, ഐ ഹാവ് നോട്ടഡ് എ ലിസ്റ്റ് ഓഫ് പ്യൂരിറ്റീസ് വിച്ച് എ ഹ്യൂമൻ ബീയിങ് ഷുഡ് ഫോളോ. ബാഹ്യശുദ്ധി, സമയത്ത് രാവിലെയും വൈകുന്നേരവും കുളിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഒരു 40-ന്റെ മേലെയുള്ളവർ, 50-ന്റെ മേലെയുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, യു ഓൾ നോ, പുറത്തു പോയി, വീട്ടിന്റെ പുറത്തു പോയി, കടയിൽ പോയതായാലും വേറെ എന്തിനു പോയതായാലും തിരിച്ചു വന്നാൽ കുളിച്ച് ദ ഫസ്റ്റ് തിങ് ഈസ് ടു ടേക്ക് എ ബാത്ത്. ഇപ്പോഴും വളരെ അപൂർവം പേര് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് us ഫോളോ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ബട്ട് വെരി സിമ്പിൾ തിങ്. ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ദ ഫസ്റ്റ് തിങ് ഈസ് ടു ടേക്ക് എ ബാത്ത്. This is external purity, but this is very important. പിന്നെ വ്യവഹാര ശുദ്ധി. How do you look at another soul? Hey, അയാള് പിന്നെയും വന്നു. It's not വ്യവഹാര ശുദ്ധി. Look at the pure positive soul. This is a great soul. പറയും നമ്മൾ സ്പിരിച്വൽ ലാംഗ്വേജിൽ, ഭൃഗുടിയിൽ തിളങ്ങുന്ന ആത്മാവിനെ നോക്കാൻ. Then all the external problem, what that person has done to you, this will become unimportant. Vyavahar Shuddhi. Look at everyone as a soul. Pure, potential soul. It takes practice to do that. And what is the result? I'll become peaceful. തലേന്ന് ആൾക്കാരെ ഇറക്കി വിടാൻ പറ്റും. You know what is the problem? തലയിൽ അനാവശ്യമായിട്ട് കയറി കൂടിയിരിക്കുന്ന ആൾക്കാർ, അയാൾ അങ്ങനെ ചെയ്ത്, അയാൾ അങ്ങനെ പറഞ്ഞു, there's a lot of mess inside. ഇറക്കി വിട്ടേ പറ്റുള്ളൂ. And the first step to do that is to look at everyone as a soul. Everyone has their own journey. അവർ വിട്ട് കളയണം. Let them, whoever it is, my spouse is not behaving the way I want. ഈ വിട്ട് കളയെന്ന് പറഞ്ഞ് പേടിക്കണ്ട. സ്പൗസിനെ വിട്ട് കളയണം. Keep that soul. That is a pure being. That's a pure soul. That soul also has its own journey. ആ ആത്മാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആത്മാവിന് അവരുടെ ലൈഫ് ജേർണി ഉണ്ട്. അവര് അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ all the qualities will emerge. Right? I'll give you one example. പലരും കേട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, ബട്ട് ഇറ്റ്സ് വെരി ആപ്റ്റ്. ഒരുപാട് പേര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ ഇൻ US, ഒരച്ഛൻ 2 കുട്ടികളെയും കൊണ്ട് കയറിയ കഥ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണത്. കേട്ടിട്ടുള്ളവർക്ക് അതൊന്നുകൂടി ഓർമ്മിക്കാൻ. 2 കുട്ടികളെയും കൊണ്ട് കയറി. വളരെ വികൃതികളായ കുട്ടികൾ. കാരണം നോർമലി US-ൽ പീപ്പിൾ ആർ ഇൻ ടു ദംസെൽസ്. അവരധികം സംസാരിക്കുന്നതുകാരെ പോലെയല്ല. അവരവരുടെ കാര്യം, അടുത്തുള്ള ആളോട് തിരിഞ്ഞൊന്ന് ചിരിക്കുക പോലും ഇല്ല പലപ്പോഴും. they are in their own world. ഈ കുട്ടികൾ ഒരുപാട് വികൃതി കാണിക്കാൻ തുടങ്ങി. ഒരുപാട് പലരുടെ വായിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ പിടിച്ച് വലിക്കുക, സീക്കിങ് അറ്റൻഷൻ. അപ്പൊ ഈ അച്ഛൻ എല്ലാവരും ഇറിറ്റേറ്റ് ആയിട്ട് അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഇദ്ദേഹം എന്തോ ഒന്നും അറിയാത്ത മാതിരി, ഇതൊന്നും എന്റെ ജോലിയല്ല എന്നുള്ള മട്ടിൽ ജനലിന്റെ പുറത്ത് കൂടെ നോക്കി താടിക്ക് കൈ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. Everyone was frustrated. After 2 or 3 hours, one gentleman thought, this cannot go on like this. He exploded. What are you doing? നിങ്ങളെ കുട്ടികളെ ബാക്കി എല്ലാവരും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. Have you no responsibility? And അദ്ദേഹം suddenly he came back to the reality and he said, I'm sorry. കുട്ടികളെ അദ്ദേഹം പിടിച്ച് സൈഡിലിരുത്തി അവരെ വഴക്ക് പറഞ്ഞൊരു ഭാഗത്ത് ഇരുത്തിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, I am really sorry, I don't know what to do. I am coming from the funeral of my wife. Suddenly, within 2 weeks, she was diagnosed of cancer and she left the body yesterday.
ഞാൻ ഫ്യൂണറിൽ നിന്ന് നേരെ വരികയാണ്, എനിക്ക് ജോലി സ്ഥലത്തേക്ക് പോകണം. I don't know how I am going to raise these kids. I don't know how ഞാൻ ജോലി ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇവരെ ആരുടെ കയ്യിൽ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. I have no idea how I am going to live my life. അതുകൊണ്ട് ഞാൻ I was not present here. I'm sorry. And you know what happened? You know what happened? ഈ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ജനറൽ passengers in a normal train in America. The next scene was very, very beautiful. ചില ആൾക്കാർ ഈ കുട്ടികളെ വിളിച്ച് ഫ്രൂട്ട്സ് കൊടുക്കുന്നു, ചിലവർ അവരെ മടിയിലിരുത്തുന്നു, ചിലവർ now nothing is a problem. ഇവര് പഴയ പോലെ തന്നെ ബുക്ക് പിടിച്ചു വലിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു അമ്മൂമ്മ ആ ബുക്ക് അങ്ങനെ കയ്യിൽ കൊടുത്തു, നീ കീറിക്കൊന്നു. Everything changed. Everything changed. How everything changed? The way they looked at the information, the knowledge changed the perception. Information or knowledge changed the perception. ഇത് ആരാണ്? See, all the qualities emerged. ആ qualities അവരുടെ ഉള്ളിൽ നേരത്തെ ഉണ്ടായിരുന്നു, but the knowledge was lacking. When we get the right knowledge, അതിന് ഒരു that we don't, unfortunately we don't learn that knowledge in school and college. അത് നമ്മൾ പഠിക്കുന്നില്ല. That is why spiritual education, it is a must. ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. Our perception towards people will change. We will actually able to love people which normally we are not able to do. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമുക്കറിയാം how we love people. എത്ര കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർസെപ്ഷൻ, നമ്മൾ നോക്കി കാണുന്ന രീതി വളരെ ചുരുങ്ങിപ്പോയി. It needs to be changed. Knowledge is the first thing. So, Vyavahar Shuddhi, Dhan Shuddhi. How are you looking at money? കുട്ടികളെ, പുതിയ ചെറിയ കുട്ടികളെ, 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളോട് it is advised, you should never say, I'm giving you another perception for money. You should never say, നമ്മുടെ കയ്യിൽ അധികം കാശൊന്നും ഇല്ല, we don't have a money making tree. Their perception will get affected by that. ഏതൊരു ആത്മാവിലും അടങ്ങിയിരിക്കുന്ന പ്രോസ്പെറസ് കോൺഷ്യസ്നെസ്, എനിക്കെല്ലാം ഉണ്ട് എന്ന പ്രോസ്പെരിറ്റി കോൺഷ്യസ്നെസ് പതുക്കെ ഇല്ലാതാവും. ദിസ് ഇസ് എ ഗ്രേറ്റ് ക്രൂവൽറ്റി ടുവേർഡ്സ് എനി കിഡ്. ആ കുട്ടി വിചാരിക്കും ഈ ലോകത്തിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവാൻ വലിയ കഷ്ടമാണ്, അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. Let me tell you, it is wrong. We are not human doings. We are not human doings. We are human beings. If you are human, നമ്മൾ അങ്ങനെ ആക്കിയെടുക്കാണ്. കുറെ ചെയ്ത് പിന്നെ we will get something. No. ഈ ട്രൂത്ത് പഠിക്കാൻ പലരും വൈകി പോവാണ്. You be. What is being? Qualities. Emerge your qualities, emerge your powers, emerge your degrees. 16 degrees. There is a book called 16 Degrees. You must read. You will get it in any Brahma Kumari center. Art of winning friends. Art of keeping oneself happy. അവനവനെ തന്നെ സന്തോഷമാക്കി വെക്കാനുള്ള കല. Art of administration. മറ്റുള്ളവരെ ശരിയായ ജോലി കൊടുത്ത് മുന്നോട്ട് നയിക്കാനുള്ള കല. There are 16 degrees like that. ഇനി വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഈ 16 കലകളും തികഞ്ഞത് കൊണ്ടാണ് ഇത്ര ശ്രീകൃഷ്ണനെ ഷോഡശ കലാരൂപം എന്ന് പറയുന്നത്. ഷോഡശം മീൻസ് 16, if you know. 16 കലകൾ തികഞ്ഞ. So these are all deity. 16 കല തികഞ്ഞവരെ മനുഷ്യൻ എന്നല്ല വിളിക്കുക, 16 കല തികഞ്ഞവരെ ദേവൻ ദേവി എന്ന് വിളിക്കണം. So there is a big change that is happening. See, the time cycle will change. ഏറ്റവും പ്രകാശം നിറഞ്ഞ ഒരു യുഗത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും അന്ധകാരം നിറഞ്ഞ ഒരു യുഗത്തിൽ എത്തിയിരിക്കുകയാണെങ്കിൽ
then it will change. The clock will change again. So it is time to emerge these qualities. ഇതിന്റെ റെവല്യൂഷൻ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ സൈലന്റ് റെവല്യൂഷൻ. പതുക്കെ 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 people are joining this. And ഈ റെവല്യൂഷൻ വേറെ ഒന്നും വേണ്ട. Nobody knows that you are undergoing a revolution. അവനവൻ്റെ ഉള്ളിലെ ചേഞ്ച്, ശുദ്ധി is what is happening, is what is making the world into a better place. ഒരാൾ ചെയ്യാൻ തുടങ്ങിയാൽ മതി. പലരും ചോദിക്കും, നിങ്ങൾ ഈ ക്വാളിറ്റീസ് ഒക്കെ വളർത്തി ഈ മനുഷ്യനെ, it is very funny. Somebody asked what is the motto of the Brahma Kumaris? So we said it is to change human beings into deities. That is a mission. ദിവ്യ ഗുണങ്ങളെ വളർത്തി മനുഷ്യനെ ദേവനാക്കുക എന്നാണ് ബ്രഹ്മകുമാരീസിന്റെ. So we said, how many people are doing that? So we said, very few people, sir, very few people. It was a cabinet minister who asked this question, how many people are doing this spiritual transformation? We said, very little. So he asked me, are you doing it? Yes, I am fully involved in that. ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. So what is the feasibility? How can you get, നിങ്ങൾക്ക് എങ്ങനെ സാറ്റിസ്ഫൈ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും? ബിക്കോസ് നിങ്ങൾ 100 പേരോട് ഇത് പറഞ്ഞാൽ it is very unlikely that all the 100 people start following that. 100 പേര് അത് ചെയ്യില്ല. ഒരാൾ ചെയ്താൽ വലിയ ഉപകാരം. അപ്പൊ എങ്ങനെ you keep yourself happy? So I told him this story. It's a very beautiful story. കാട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാട് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. There is no, അത് രക്ഷിക്കാനേ പറ്റില്ല. Everyone knew that it is not practical. ഇനിയിപ്പോ വെള്ളം ഒഴിച്ചൊക്കെ എടുത്താൽ it will burn out completely. അപ്പൊ ഒരു ചെറിയ കുരുവി, ഒരു ചെറിയ പക്ഷി, വെരി സ്മോൾ, അതെന്താ ചെയ്യുന്നത്? കുറച്ച് ദൂരത്തൊരു ജലാശയമുണ്ട്, വളരെ കുറച്ച് വെള്ളം മാത്രമുള്ള ഒരു സ്ഥലം, അതും വളരെ പെട്ടെന്ന് കെട്ടുപോകും. അതിൽ പോയിട്ട് അതിന്റെ ചെറിയ കൊക്കിൽ വെള്ളം മുക്കി, ഇറ്റ് കം ബാക്ക് ടു ദ ബേണിംഗ് ഫോറസ്റ്റ്. മേലെ നിന്ന് ആ വെള്ളം അതിലേക്ക് ഇട്ട് അത് വീണ്ടും തിരിച്ചു പോയിട്ട് ഇറ്റ് ഈസ് റീഫില്ലിംഗ് ഇറ്റ് സെൽഫ് ആൻഡ് കമ്മിങ് ബാക്ക് അഗെയിൻ, ഡൂയിങ് ദ പ്രോസസ് അഗെയിൻ ആൻഡ് അഗെയിൻ. So somebody thought this was very funny. This small bird, this big forest. ചോദിച്ചു, നീ ഈ കാര്യം ചെയ്തിട്ട് what change you are going to expect? What change you are going to expect? നീ തീ കെടുത്താൻ പോകുന്നു, നിനക്ക് തീ കെടുത്താൻ പറ്റുന്ന ഉറപ്പുണ്ടോ? And the answer that small bird gave was very important. Dear friends, ആ ചെറിയ പക്ഷി പറഞ്ഞു, ഇത് ഞാൻ കൊണ്ടുവന്ന് ഇടുന്ന വെള്ളം കൊണ്ട് ഈ തീ കെടില്ലായിരിക്കാം. But that doesn't matter. ആ പക്ഷി പറഞ്ഞു, നാളെ ഈ കാടിന്റെ കഥ എഴുതപ്പെടുമ്പോൾ, എൻ്റെ പേര് തീ കെടുത്താൻ സഹായിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും, തീ കൊളുത്താൻ സഹായിച്ചവരുടെ കൂട്ടത്തിലായിരിക്കില്ല. That's all I need. That's all I need. So it is not important how many people are listening to you, how many people are spiritually getting transformed. That's not your business. Your business is to, ഹിന്ദിയിൽ പറയും, ആഗ് ബുജാന ഹെ, ആഗ് ലഗാന नहीं है. तो അപ്പൊ നമുക്ക് തീ കത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കണ്ട. That is all. That is the first step. തീ കെടുത്താൻ എന്തെങ്കിലും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ. Whatever we have talked today, തീ കെടുത്താനുള്ള ഉപായമാണ്. തീ ഒരുപാടുണ്ട് ലോകത്തിൽ. You know that it's already happening. It is getting widespread. എല്ലാവിടേക്കും എത്തിക്കഴിഞ്ഞു. അതിന് നിങ്ങൾ എന്തിന്റെ ദുർവികാരങ്ങളുടെ തീ എന്ന് പറഞ്ഞാൽ റോങ് ആറ്റിറ്റ്യൂഡ്സിന്റെ തീ ആയിരിക്കാം, അത് റോങ് പെർസെപ്ഷൻസിന്റെ തീ ആയിരിക്കാം. തീ കെടുത്താനുള്ള സമയമാണ്. Nobody else is needed. Be a fire brigade yourself. That is Raj Yoga, keeping yourself cool and happy always. That is the first and best thing you can do to put off this fire.
think about these things. There are a lot of things which still need to be discussed. Someday we will do that. So ഈ 5 ദിവസം please be in the session, listen to every speaker. Whatever we are speaking is just guidelines. It is your actions that will decide the future. So take immediate action. Let us do that from today. At least take a determined decision that from today, meditation ഇതുവരെ join ചെയ്യാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. Make a determined decision. Whatever happens, I will learn this art. I'll be a meditator. I will put off the fire. Thank you very much. Okay. Om Shanti. Thank you so much, Prabhat Bhai ji. നമുക്ക് ഇന്നത്തെ നല്ലൊരു സെഷൻ ആയിരുന്നു നമ്മുടെ ദിശ ഫോർ യൂത്തിന്റെ. ഒരു 4th സീരീസ് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ അതില് 4ാമത്തെ സീരീസ് ആയിരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. വളരെ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയത്. പ്രഭാത് ഭായിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങൾ കേട്ടൊരു ശബ്ദം ഉണ്ടല്ലോ, സൈലന്റ് റവല്യൂഷൻ അല്ലെ. ഫയർ കെടുത്തുന്ന റവല്യൂഷനാണ്, അതായത് അഗ്നി തീയെ കെടുത്തുന്ന റവല്യൂഷൻ ഇപ്പൊ സൈലന്റ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതില് 2 കാര്യങ്ങളും ബ്രദർ നമുക്ക് ഷെയർ ചെയ്തു. അഷ്ടശക്തി, അഷ്ടശുദ്ധി, 8 പവേഴ്സ് ആൻഡ് 8 പ്യൂരിറ്റീസ്. ഈ 2 കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നു. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിൽ അത് ഉണർന്ന് പ്രവർത്തിച്ച് നമ്മുടെ ആക്ഷനിലേക്ക് എത്തുമ്പോൾ, നമ്മളിലൂടെ അത് വൈബ്രേറ്റ് ആവുമ്പോൾ ശരിക്കും അതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിന്, ഈ പ്രകൃതിക്ക്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന്, വിശ്വത്തിന് കൊടുക്കുന്ന നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് സൈലന്റ് റവല്യൂഷൻ. അപ്പൊ ആ സൈലന്റ് റവല്യൂഷനിലേക്ക് നമുക്ക് ഈ അഷ്ടശക്തി, അഷ്ടശുദ്ധി എങ്ങനെ പ്രയോഗിക്കണം, അതിന്റെയൊക്കെ ക്ലാസ്സുകൾ നടക്കും. ബ്രദർ അതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നമ്മുടെ ഈ ദിശ പ്രോഗ്രാമിലേക്ക് ഭായിജി നമുക്ക് തന്നു. പ്രഭാത് ഭായിജിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നും വളരെ 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 നന്ദി സമർപ്പിക്കുകയാണ്. താങ്ക് യു പ്രഭാത് ഭായിജി. ഓം ശാന്തി. ഇനി ഉണ്ടായിരിക്കണം ഞങ്ങൾക്ക് പ്രോഗ്രാമിലൊക്കെ. ഭായിജി എല്ലാ പ്രോഗ്രാമിലും ഇതേപോലെ നല്ല ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സ്പീച്ചിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓം ശാന്തി. എനിക്കൊരു കാര്യം മൈൻഡിൽ വന്നു. ഞാൻ രോഹിണിയോട് പറഞ്ഞു, എനിക്ക് ഡോക്ടർ സതീഷ് ഗുപ്തയുടെ ചിന്ത വീണ്ടും വീണ്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിക്കാം, ബിക്കോസ് ദർ ആർ റൈറ്റ് നൗ 104 people are listening to this. So എത്രയും പേരുണ്ടെങ്കിൽ ഐ തിങ്ക് ഗുപ്താജിയോട് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരു 15 minutes എങ്കിലും അദ്ദേഹം സംസാരിച്ചാൽ നന്നായിരിക്കും. അപ്പോ അത് ഞാൻ ആദ്യം ചോദിക്കട്ടെ. ഇഫ് ഈസ് ഓക്കെ വിത്ത് ദ ടൈം. ഈ ടൈമാണ് ഒരു പ്രശ്നം. ഈ സമയത്ത് അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പിന്നെ നടക്കില്ല. അല്ലെങ്കിൽ വി ക്യാൻ ഹാവ് എ ഗുഡ് സെഷൻ. അത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹിന്ദി മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. സിമ്പിൾ ഹിന്ദിയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇംഗ്ലീഷിലും വേണമെങ്കിൽ സംസാരിക്കും. ഞാൻ ചോദിക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഇതിൽ ഇൻകോപ്പറേറ്റ്, ഞാൻ നാളെ പറയാം ചോദിച്ചിട്ട്. അപ്പൊ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഏത് ദിവസം പറ്റുന്ന പിന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഐ തിങ്ക് എവ്രി വൺ വിൽ ബി ബെനിഫിറ്റഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. കാരണം ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ഒപ്പമാണ് ടോക്ക് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. സോ എവ്രി വൺ വിൽ ബി ബെനിഫിറ്റഡ് ബൈ ദാറ്റ്. സിസ്റ്ററോട് പ്രത്യേക അന്വേഷണം പറയാം. സിസ്റ്റർ തുടക്കത്തിൽ വന്ന വെരി ഹാപ്പി, പക്ഷെ ഒന്നും ഒരു ഹായ് പറയാൻ പോലും പറ്റിയില്ല. And to all participants, all of ഈ സ്ക്രീനിൽ ഒരു 5-6 പേര് മാത്രമേ കാണുന്നുള്ളൂ. But I think everyone, you are listening very intently and I'm so happy. എപ്പോൾ സമയം അനുകൂലമാവുന്നു, you come to Mount Abu, come to Madhuban, to the headquarters, to Godlywood Studio and experience the vibrations of the headquarters. Thank you very much. Seena sister kum Rohini. Thank you Baichi. Okay. Om Shanti. Om Shanti. നമ്മുടെ പ്രോഗ്രാം 5 days പ്രോഗ്രാം
5 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ, ദിശ ഫോർ യൂത്ത് പ്രോഗ്രാം. അതില് ഇതേപോലെ ഡെയിലി നമുക്ക് 5 ദിവസം ഓരോ സ്പീക്കേഴ്സിന്റെ ക്ലാസ് ഉണ്ടാകും. നിങ്ങൾ ആരും തന്നെ മിസ്സാക്കരുത്, ദിവസം ഉണ്ടായിരിക്കണം. ബ്രദർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ ശക്തികളും ശുദ്ധികളും നമുക്ക് ഡെവലപ്പ് ചെയ്താലേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അതിലേക്ക് അതെങ്ങനെ നമുക്ക് ചെയ്യാം, അതിന്റെ മെഡിറ്റേഷൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി 4 days കിട്ടുക. അവിടെ എല്ലാവരോടുള്ള റിക്വസ്റ്റ് സിസ്റ്റർക്ക് ഇതാണ്, നമ്മൾ ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണെങ്കിലേ നമ്മൾ വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വീഡിയോ ഓൺ ചെയ്യാതെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു അടുത്തൊരു അസുഖം പിടിപെടും, അലസത, ആലസ്യം എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫോൺ ഒരു ഭാഗത്ത് വെച്ചിട്ട് കിടന്നിട്ടും ഇരുന്നിട്ടൊക്കെയാണ് നമ്മളിത് ക്ലാസ് കേൾക്കുമ്പോൾ ഈ ക്ലാസ്സിന്റെ പൂർണ്ണ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ കിട്ടില്ല. കാരണം 1.5 മണിക്കൂർ നമ്മൾ ഈ ക്ലാസ് കേൾക്കുക എന്ന് വെച്ചാൽ നമ്മൾ അത്രയും പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എടുക്കുകയാണ്. ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ 1.5 മണിക്കൂർ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് വളരെ അറ്റൻറ്റീവായിട്ട് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ, പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ 1.5 മണിക്കൂറിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാം. അപ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സിസ്റ്റർ, നിങ്ങൾ 5 daysലും വീഡിയോ ഓൺ ചെയ്ത് വളരെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് എല്ലാവർക്കും യൂസ് ആകും. ഓക്കെ, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പോയിന്റ്സ് എല്ലാം എഴുതി വെക്കാം. നമുക്ക് ഭാവിയിലേക്ക് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. അത്തരത്തിലുള്ള പോയിന്റുകളായിരിക്കും നമുക്ക് ഓരോ ദിവസത്തെ ക്ലാസ്സിലൂടെയും കിട്ടുക. അതുകൊണ്ട് മിസ്സാകാതെ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടായില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതേപോലെ 5 days പ്രോഗ്രാം ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം. ബ്രഹ്മകുമാരീസ് 5 days പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വന്നിരിക്കുക, ഈ ക്ലാസ്സിന്റെ ബെനിഫിറ്റ് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ നാളെ ഇതേ സമയത്ത് ക്ലാസ് ഉണ്ടാകും. നിങ്ങൾ എല്ലാവരും എത്തുമെന്ന് സിസ്റ്റർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓം ശാന്തി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ഓം ശാന്തി.